നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരന്മാർ അല്ലെങ്കിൽ മൊഞ്ചന്മാരുള്ള ജില്ല ഏതാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാം ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. ഒരു ഡിസ്ട്രിക്ട് ഏതാണ്? അല്ലെങ്കിൽ മൊഞ്ചന്മാരുള്ള ഒരു ഡിസ്ട്രിക്ട് ഏതാണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പം എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ മതി. തൃശ്ശൂർ. തൃശ്ശൂരാരിയാണോ? അല്ല, അല്ല, എന്താ തൃശ്ശൂർ എന്ന് പറഞ്ഞത്? തൃശ്ശൂരാരി അല്ലെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ തൃശ്ശൂരുണ്ട്, അവരൊക്കെ മഞ്ചന്മാരാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോയി കാണുമ്പോ മൊഞ്ചന്മാരുള്ളവരാതെന്ന് തോന്നിയിട്ടുണ്ടോ? ആ അതെ. സ്വന്തം നാട് എവിടെയാ? എറണാകുളം തന്നെ. എറണാകുളം. എന്നിട്ട് എന്താ എറണാകുളം പറയാത്ത? പറയാൻ വെറൈറ്റി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലല്ലേ? എന്റെ കൂടുതൽ ഫ്രണ്ട്സ് തൃശ്ശൂരാണ്. സോ എപ്പോഴും വിസിറ്റ് ചെയ്യാറൊക്കെ ഉണ്ടോ? എപ്പോഴും വിസിറ്റ് ചെയ്യാറില്ല. ബട്ട് ഞാനിപ്പോ എറണാകുളം പറഞ്ഞാൽ അവരുടെ എനിക്ക് കിട്ടും. അതുകൊണ്ട് സേഫ് പിടിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും സുന്ദരന്മാരുള്ള അല്ലെങ്കിൽ മൊഞ്ചന്മാരുള്ള ഒരു ഡിസ്ട്രിക്ട് ഏതാ? തൃശ്ശൂരാരെയാണ്. അതുകൊണ്ടാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. എന്നാലും ഇപ്പൊ എറണാകുളത്തല്ല നിൽക്കണം. അപ്പൊ ഇവിടുത്തെ ആൾക്കാരൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഞാനിവിടെ 1 year ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. ഇവിടെ ലൈക്ക് ടൈം പാസ്, ഇത് ഒരു റിലേഷൻഷിപ്പിനെയാണ് താല്പര്യം. എനിക്ക് തോന്നുന്നു മൊഞ്ചന്മാര് കുറവാണ്. മനുഷ്യന്മാര് കുറവാണെന്നല്ല, കുറെ ആൾക്കാർ ഇവിടെയാണ് താമസം. അപ്പൊ തൃശ്ശൂരാണ് ഏറ്റവും ഭംഗിയുള്ള ആൾക്കാരെ കണ്ടത്. തൃശ്ശൂർ മലപ്പുറം. ഓക്കെ. അവിടുത്തെ സ്റ്റൈലും ചെക്കന്മാരായ കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഞാൻ ഇവിടെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, മിസ് കേരളയാണ്. അപ്പം എനിക്ക് തോന്നുന്നു പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത്. മൊഞ്ചന്മാരുള്ള ഒരു ഡിസ്ട്രിക്ട് ഏതാണ്? ഏതെങ്കിലും ഉണ്ടോ? എറണാകുളംകാരന് കാര്യമാണോ? സ്വന്തം നാട് ഇതാണോ? അല്ല, സ്വന്തം നാട് കാസർഗോഡ്. അന്ന് കാസർഗോഡ് എന്നാലും കുറെ പേര് പറയാറുണ്ടല്ലോ കാസർഗോഡത്തെ ചെക്കന്മാർ അടിപൊളി, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് കൊള്ളാന്നൊക്കെ. എന്നാലും എറണാകുളമാണല്ലേ ചോപ്പ്. ഇപ്പൊ ഞാൻ എറണാകുളം നിൽക്കുന്നോണ്ട് അത് പറയാല്ലേ. അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ലത്. അതെ. മൊഞ്ചന്മാരുള്ള ഡിസ്ട്രിക്ട് ഏതാണ്? മലപ്പുറം. എന്താ മലപ്പുറം എന്ന് പറയാൻ കാരണം? സ്റ്റൈലും ഉണ്ടാകും. അല്ല, മലപ്പുറം പുതിയ മുസ്ലിം ഏരിയ ആണ്. അപ്പൊ നമുക്ക് കൂടുതലും അത് മുസ്ലിം ഏരിയ ആയിക്കോട്ടെ. ഇവിടെ മൊഞ്ചന്മാര് കോഴിക്കോട് ആൻഡ് മലപ്പുറം there are possibilities. അങ്ങനെ സുന്ദരന്മാരാണ് കേട്ടോ. വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഇതില് മൊഞ്ചന്മാരെ കാണാൻ വേണ്ടിട്ടത്? Not really. പിന്നെ എങ്ങനെ അറിയാം അവിടെ മൊഞ്ചന്മാരുണ്ട്? അല്ല, അവിടുത്തെ മൊഞ്ചന്മാരൊക്കെ എറണാകുളത്തോടാണല്ലോ വരുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തില് ഭയങ്കര സുന്ദരന്മാരുള്ള ഒരു ഡിസ്ട്രിക്ട് ഏതാണ്? എൻ്റെ ഒരു അഭിപ്രായത്തില് കോഴിക്കോട്, മലപ്പുറം ആ സൈഡൊക്കെ. എന്താ അങ്ങനെ പറയാൻ കാരണം? അത്യാവശ്യം ഗ്ലാമറാണ് എല്ലാരും. ഒരാ സ്റ്റൈലൊക്കെയാണോ ഇഷ്ടം? സ്റ്റൈലിനേക്കാൾ ഇപ്പൊ നമുക്ക് കാഷ്വൽ വെയർ ഒക്കെ ഇടുന്ന ആളുകളെ നമുക്ക് ഇഷ്ടം. അല്ലാതെ ഈ സ്വാഗ് ആയിട്ട് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കാഷ്വൽ ആയിട്ട്. കോഴിക്കോടാണെങ്കിൽ കുറെ മൊഞ്ചന്മാരുണ്ട് നോക്കാറൊക്കെ ഉണ്ടോ? നമ്മൾ അങ്ങനെ നമ്മൾ റിലേഷനിലാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കാറില്ല. എന്നാ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ട. എങ്ങനെ കോഴിക്കോടുകാരാണോ? നമ്മള് കോഴിക്കോട് പോയിട്ടുണ്ട്. 1-2 അവിടെ കല്ലുമ്മക്കായ കഴിക്കാനൊക്കെ പോയിട്ടുണ്ട്. കസിൻസ്, എന്റെ ഒരു കസിൻ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊറേ നോക്കിയിട്ടല്ലേ? കൊച്ചി എന്നിട്ട് വേറെ ഏതുള്ളതാണോ? കൊച്ചി ആക്ച്വലി അങ്ങനെ കുറെ ഡിസ്ട്രിക്റ്റിലൊന്നും പോയിട്ടില്ല. കൊച്ചിയിലാണെന്ന് പറയുന്നത്. കൊല്ലം എന്താ കൊല്ലംകാരിയാണോ? അതുകൊണ്ടാണ് കൊല്ലം എന്ന് പറയുന്നത്. വേറെ എങ്ങോട്ടും പിന്നെ എറണാകുളം രണ്ടിടത്ത് പോയിട്ടുള്ളൂ. വേറെ അപ്പൊ എറണാകുളം പറയാണ്ട് കൊല്ലം സെലക്ട് സ്വന്തം നാടല്ലേ നമ്മള് പറയേണ്ടതല്ലേ? എന്നാലും അവിടെ അപ്പൊ മഞ്ചന്മാരില്ലാതാണോ? എവിടെ കൊല്ലത്ത് മഞ്ചന്മാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോ? ഉണ്ട്. ഇടക്കിടക്ക് നോക്കാറൊക്കെ ഉണ്ട്. അത് എറണാകുളത്ത് വരുമ്പോ ഇവിടെ കൊറേ ആൾക്കാരില്ലേ, പല പല സ്ഥലത്ത് വരുന്നോണ്ടാണോ? അങ്ങനെ പല അതൊന്നും നമ്മള് നാട് വിട്ട് പറയാം. സ്വന്തം നാടിനോട് കൂറ്. തൃശ്ശൂര് പറയുള്ളൂ. തൃശ്ശൂര് എന്താ? തൃശ്ശൂരാണ്. അപ്പൊ തൃശ്ശൂരാരെ കാണാൻ പ്രത്യേകം ഭംഗിയാന്ന് തോന്നിയിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏറ്റവും മഞ്ചന്മാര് തൃശ്ശൂരിലാണ്. സ്വന്തം നാടായോണ്ട് പറഞ്ഞാണോ? എനിക്കങ്ങനെ തോന്നി. എറണാകുളത്തല്ലേ? അപ്പൊ അവിടെ ആരെയും മഞ്ചന്മാരായിട്ടൊന്നും തോന്നിയിട്ടില്ല?
ഇല്ല. തൃശ്ശൂരത്തെ ആൾക്കാരെ ഉണ്ട് വേറെ ഉള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും സുന്ദരന്മാര് അല്ല മൊഞ്ചന്മാരുള്ള ഒരു ഡിസ്ട്രിക്ട് ഏതാണ്? കാലിക്കറ്റ്. അത് കാലിക്കറ്റുകാരാണോ നിങ്ങള്? അതുകൊണ്ടാണല്ലേ. എന്നാലും ശരിയാണ്, കുറെ പേര് കാലിക്കറ്റ് പറയാറില്ല. എന്തുകൊണ്ടായിരിക്കും എല്ലാവരും കോഴിക്കോടത്തെ ചെക്കന്മാരെ കാണാൻ നല്ല മൊഞ്ചാണെന്ന് പറയുന്നത്? നിങ്ങൾ കോഴിക്കോടുകാരനല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഒരു സീക്രട്ട് എന്തായിരിക്കും? എന്നാലും അവരുടെ ആ ഒരു മൊഞ്ചിന്റെ സീക്രട്ട് എന്താണെന്ന് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ചിലപ്പോ ഞാൻ ആ ജില്ലക്കാരി ആയതുകൊണ്ടായിരിക്കും കേട്ടോ. എനിക്കിപ്പോ ഇത് യൂട്യൂബിലിട്ട് കമന്റുകളുണ്ട്. അങ്ങനെയല്ല, എനിക്ക് കുറച്ചുകൂടി ഒരു നല്ല വിശ്വസിക്കാൻ പറ്റിയൊരു നീറ്റായിട്ടുള്ള ബോയ്സ് ഉള്ളത് കാലിക്കറ്റാണ് തോന്നിയിരിക്കുന്നത്. മനസ്സ് നല്ല കഴിയുമ്പോ മുഖം നന്നാവും എന്നെങ്ങനെയാണോ? അങ്ങനെ. അതെ അതെ. എന്താ അതോടൊന്നല്ലേ? സെയിം. നിങ്ങളുടെ അഭിപ്രായത്തിലേ ഏറ്റവും സുന്ദരന്മാര് അല്ലെങ്കിൽ മൊഞ്ചന്മാരുള്ള ഒരു ഡിസ്ട്രിക്ട് ഏതാന്ന് തോന്നിയേക്കണേ? അങ്ങനെയൊന്നുമില്ല. മലപ്പുറം. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഭംഗിയുള്ള ആൾക്കാരാണ്. എന്താ മലപ്പുറം എന്ന് പറയാൻ കാരണം? അവിടെ കുറെ സ്റ്റൈലായ കുറെ ആൾക്കാരായിട്ടില്ലേ? കുറച്ചുകൂടെ നീങ്ങിയേക്കും. ലുക്കായ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതാണ് മലപ്പുറം എന്ന് പറയണതില്ലേ. ഇവിടെ തോന്നിയിട്ടുണ്ട് അങ്ങനെ ലുക്കായ ആൾക്കാർ മലപ്പുറം ഉണ്ടെന്ന്? ഞാൻ മലപ്പുറത്ത് ആണില്ലേ? പക്ഷെ എനിക്കങ്ങനെ തോന്നിട്ടില്ല. എല്ലാ ജില്ലയിലും കാണാൻ ഭംഗിയുള്ള ആൾക്കാര്. നിങ്ങള് മലപ്പുറംകാരാണോ? വയനാടല്ലേ? എന്താ വയനാട് പറയണ മലപ്പുറം പറഞ്ഞത്? ഈ ഇത് വേണം പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കണ്ണൂർ ആ ഒരു ഏരിയയിലിട്ടാണ് ഈ പുതിയ ഫാഷൻ വന്നാൽ അവര് ആണുങ്ങളിലെ ഏറ്റവും കൂടുതൽ കാണാന്നൊക്കെ. അത് ശരിയായി തോന്നുന്നുണ്ടോ? അറിയില്ല അല്ലേ? എന്താ തോന്നുന്നത്? ഫാഷൻ കുറച്ചുകൂടെ കോഴിക്കോട് ഏരിയയിലോട്ടാണല്ലേ? അപ്പൊ എന്നാലും മലപ്പുറം പറഞ്ഞില്ല, സ്വന്തം നമ്മുടെ വേറെ ഒരാളെ പറഞ്ഞു. അല്ല അങ്ങനെയില്ല. അല്ലേ, എല്ലായിടത്തും ഒരേപോലെ തോന്നിട്ടുള്ളൂ.